ജനീഷ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജനീഷ്, KSUവിൻ്റെ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിൻ്റെ കഴുത്തിനും കഴിക്കൊക്കെ പരിക്കേറ്റത് എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ ഒരു കയ്യങ്കളി മന്ത്രിക്ക് അടുത്തെത്തിയിട്ടില്ല, മന്ത്രി കയർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നു അവിടുത്തെ സത്യാവസ്ഥ? അല്ല, ആളുകളോട് കയർത്ത് സംസാരിച്ചാൽ കൈക്കും കഴുത്തിനും പിന്നെ വായുവിലൂടെ പരിക്കേൽക്കുമെന്ന് തെളിയിച്ച ആദ്യത്തെ മന്ത്രിയാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രി വീണ ജോർജ്. ഇവര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മോഹൻലാലും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി ഇരുവർ എന്നുള്ളൊരു ചിത്രം, ഒരു അഭിമുഖം കണ്ടു. അതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ അഭിനയിച്ച് തോൽപ്പിക്കുകയാണ്. ഇന്ന് ആ പിണറായി വിജയനെ ആരോഗ്യമന്ത്രി അഭിനയം കൊണ്ട് തോൽപ്പിക്കുകയാണ്. ഇവരേത് കാലത്താണ് ജീവിക്കുന്നത്? ഇത്രയേറെ ദൃശ്യമാധ്യമങ്ങളുള്ളൊരു സമയത്ത്, ഇത്രയേറെ മാധ്യമങ്ങൾ അവിടെ രംഗത്തുണ്ടായിരുന്ന സമയത്ത് അവിടെ പ്രതിഷേധവുമായി കടന്നു വന്ന 4-5 KSU പ്രവർത്തകർ, അവരെ സംഘം ചേർന്ന് പോലീസുകാർ വളഞ്ഞു വെച്ച് തടഞ്ഞു നിർത്തുന്ന കാഴ്ചയൊക്കെ ദൃശ്യങ്ങളിൽ പ്രകടമാണ്. ഒരു KSU പ്രവർത്തകൻ പോലും ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് പരിക്ക് പറ്റുന്നത്? ഇവരാണ് അവിടെ പ്രവർത്തകരോട് ഷൗട്ട് ചെയ്യുന്നതും ആക്രോശിക്കുന്നതും നീയൊക്കെ ആരാടാ എന്ന് ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് വരേണ്ടുന്ന വർത്തമാനങ്ങളൊന്നുമല്ലല്ലോ അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ തന്നെ. അപ്പൊ ആ രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി മന്ത്രി പരമാവധി ശ്രമിക്കുന്ന കാഴ്ച നമുക്ക് ആ വിഷ്വൽ കണ്ടാൽ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം പിന്നെ ഇരവാദം പറഞ്ഞ് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഇത് മനഃപൂർവ്വം കേരളത്തിലെ വിഷയങ്ങളെ വഴിതിരിച്ചുവിടാൻ വേണ്ടി ആരോഗ്യവകുപ്പിന്റെ മന്ത്രി കാണിക്കുന്ന പഴയ മാധ്യമ ബുദ്ധി ഉപയോഗിച്ച് നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ മാത്രമാണ്. അത് ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തെറ്റായ ഒരു പ്രവണത ഉണ്ടായിട്ടില്ല. പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. കരിങ്കൊടി പ്രതിഷേധങ്ങളും മുദ്രാവാക്യം വിളിക്കുന്നതെല്ലാം തന്നെ സ്വാഭാവികമായ പ്രതിഷേധ പ്രകടനത്തിന്റെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ജനാധിപത്യ ക്രമത്തിൽ അത് പതിവുള്ളതുമാണ്. ഒട്ടേറെ തവണ UDFന്റെ മന്ത്രിമാർക്കെതിരെ DYFI ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഇതിനേക്കാൾ അക്രമപരമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇവരെ കല്ല് വിളിച്ചെറിയുന്ന സാഹചര്യം കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു സംഘടനയും ആളുകളും ഒക്കെ ഇതിനെ അക്രമ സമരം എന്ന് വിശേഷിപ്പിക്കുന്നതിനോട് യോജിപ്പില്ല. അതേപോലെ തന്നെ ശ്രീ ജനീഷ്, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു പെരുമാറ്റം, ഒരു പക്വതയില്ലാതെ തന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പ്രതിഷേധങ്ങളെയൊക്കെ തന്നെയും പലപ്പോഴും മന്ത്രി കാണിക്കുന്ന ഒരു അസഹിഷ്ണുത, അത് പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. നമുക്ക് ഇന്നും അവിടെ കാണാൻ സാധിച്ചത് അത് തന്നെയാണ്, പ്രതിഷേധങ്ങളോട് കാണിക്കുന്ന ആ വിമുക്തത. അതെ, കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി പത്തനംതിട്ടയിൽ വെച്ച് പറഞ്ഞത്, ഞാനിവിടെ ഉണ്ട്, പിന്നെ പോലീസ് വേണ്ട, എന്റെ പാർട്ടിക്കാർ മതി, കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ വരട്ടെ എന്നൊക്കെ ഒരു മന്ത്രി നിന്ന് വെല്ലുവിളിക്കുന്നതും തന്റെ സഹപ്രവർത്തകർ, പാർട്ടി പ്രവർത്തകർ നിങ്ങളെ കായികമായി നേരിട്ടുകൊള്ളും എന്നുള്ള രീതിയിലൊക്കെ ദ്വയാർത്ഥത്തിൽ സംസാരിക്കുന്നതൊക്കെ നമ്മളാരും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേട്ടിട്ടില്ല. ഇവരൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പരിചയം കൊണ്ട് വന്ന് മന്ത്രിയായ ആളല്ല എന്നുള്ളതിന്റെ എല്ലാ പരിചയക്കുറവും പ്രതിഷേധങ്ങളോടും സമരങ്ങളോടൊക്കെ ഇവർ നിരന്തരമായി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്വതയില്ലാത്ത പെരുമാറ്റമാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്നത്തെ ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പലതിനും കാരണം ഇവരുടെ ഇത്തരത്തിലുള്ള പക്വതയില്ലാത്ത, പാകതയില്ലാത്ത പെരുമാറ്റമാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലാണ് ഇവരുടെ പല ഇടപെടലുകളും ഉണ്ടായിട്ടുള്ളത്. പ്രതിഷേധിക്കാൻ വരുന്ന ആളുകളെ പത്തനംതിട്ടയിൽ തന്നെ മുമ്പ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രതിഷേധമായി കടന്നു വന്നപ്പോൾ കാർ നിർത്തി കാറിൽ നിന്നിറങ്ങി അവരോട് തർക്കിക്കുകയാണ് മന്ത്രി ചെയ്തത്. അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ സംയമനം പാലിച്ചുകൊണ്ടാണ് മറ്റു വിഷയങ്ങളില്ലാതെ പോയത്. അപ്പൊ എല്ലായ്പ്പോഴും ആളുകളെ തർക്കിച്ചും പിന്നെ വഴക്കിട്ടും തോൽപ്പിക്കാം എന്നുള്ള മനോഭാവത്തിൽ ഒരു മന്ത്രി മുന്നോട്ട് പോകുന്നത് ഒട്ടും ഭൂഷണമായ കാര്യമല്ല. അവർ കുറെ കൂടിയൊക്കെ പാകതയോടുകൂടി പെരുമാറേണ്ടതായിരുന്നു. DYFI നേതാക്കന്മാർ ആദ്യം ചെയ്യേണ്ടത് ജനാധിപത്യ ക്രമത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും ആ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ തിരിച്ച് ആ പ്രതിഷേധിക്കാൻ വരുന്ന ആളുകളെ തെറിവിളിച്ച് തോൽപ്പിക്കുകയല്ല വേണ്ടത് എന്ന് മന്ത്രി ഉപദേശിക്കുകയാണ് വേണ്ടത്. ശരി, വളരെ നന്ദിയുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജനീഷാണ് നമ്മളോട് പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.